SC/ST വിദ്യാർത്ഥികൾ ഉന്നത പഠനം പ്രതിസന്ധിയിൽ ഗ്രാൻസ് ഒരു വർഷത്തിലേറെയായി ലഭിക്കുന്നില്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. കോളേജ് ഹോസ്റ്റൽ ഫീസുകൾ മുടങ്ങി, ഗ്രാൻഡും അലവൻസും മുടങ്ങിയതോടെ പഠനം ഉപേക്ഷിച്ച് മടങ്ങിയ വിദ്യാർത്ഥികളും ഉണ്ട്. അച്ഛന് കൂലിപ്പണി, അമ്മക്ക് തൊഴിലുറപ്പ്. അച്ഛന് എപ്പോഴും കൂലിപ്പണി കിട്ടണമെന്നൊന്നുമില്ല. അത് റേഷൻ അരി ഉള്ളതുകൊണ്ട് വീട്ടിൽ ചോറ് വെച്ച് പോകുന്നു. അച്ഛൻ എപ്പോഴെങ്കിലും കിട്ടുമ്പോഴത്തേക്ക് ഹോസ്പിറ്റൽ കേസ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവും. അതിന് എനിക്ക് 5000 രൂപ തരണം. അങ്ങനെ അവർ കുറേ കടയിലെടുത്തിട്ടാണ് എന്നെ ഹോസ്റ്റൽ ഫീസ് അടക്കാനെല്ലാം സഹായിച്ചത്. ഗവൺമെൻറ് ഇതുമായിട്ട് എനിക്ക് ആ 3000 രൂപ എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടില്ല. പഠനം മുടങ്ങി വീട്ടിലിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ. SC/ST വിദ്യാർത്ഥികളുടെ ഉന്നത പഠനത്തിനുള്ള ഏക ആശ്രയമായ സർക്കാരിന്റെ സാമ്പത്തിക സഹായമാണ് മുടങ്ങിയത്. വിദ്യാർത്ഥികൾ ഫീസടച്ചിട്ട് മാസങ്ങളായി. സ്വന്തം നാട് വിട്ട് ഉന്നത പഠനത്തിനായി മറ്റിടങ്ങളിലെത്തിയ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ ഫീസും മുടങ്ങി. ഇത് നിർത്തിയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മെസ് ബില്ല് അടയ്ക്കാനില്ല. അവരിങ്ങനെ ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ അവിടെ നിന്നും ചോദിക്കും, കോളേജിൽ ചെല്ലുമ്പോൾ കോളേജിൽ നിന്ന് ചോദിക്കും. എന്ത് ചെയ്യണ്ടേന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കോളേജിൽ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഇത്രേ കിട്ടുള്ളൂ, നിങ്ങൾ മുന്നത്തെ സീനിയേഴ്സിന് ഇതുവരെ കിട്ടിയിട്ട് കൂടിയില്ല. ഫീസ് അടയ്ക്കണമെന്ന് കോളേജ് അധികൃതർ ആവശ്യപ്പെടുന്നുണ്ട്. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്നവർക്ക് പഠനം ഉപേക്ഷിച്ചു പോവുകയല്ലാതെ മറ്റു വഴിയില്ല. സുഹൃത്തുക്കളുടെ അധ്യാപകരുടെ മുടിയൊക്കെ വെട്ടി ആ പൈസ കൊണ്ടും പുറത്ത് അല്ലാതെ എന്തെങ്കിലും പിന്നെ ഇവൻ്റ് മാനേജ്മെൻറ്റിൽ ഫുഡ് സെർവ് ചെയ്യാനായിട്ട് പഠന സമയം കഴിഞ്ഞിട്ട് ഫുഡ് സെർവ് ചെയ്യാനൊക്കെ പോയ ഫീസ് കളക്ട് ചെയ്തൊക്കെയാണ് മോൻ്റെ മെസ് ഫീസ് അടയ്ക്കുന്നത്. മന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടാകുന്നില്ലെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. നിഷേധിക്കപ്പെടുന്നത് അർഹതപ്പെട്ടവരുടെ അവകാശമാണ്. തുടർ പഠനത്തിനായി പണമില്ലാതെ പഠനം പകുതി വഴിയിൽ ഉപേക്ഷിച്ച് സ്വന്തം നാടുകളിലേക്ക് മടങ്ങേണ്ട അവസ്ഥയാണ് വിദ്യാർത്ഥികൾക്ക്. വിനീത VG 24 കൊച്ചി.